കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. ഈ വീഡിയോയിലും കുറേയധികം വാക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ വാക്ക് നോക്കാം. ഇത് നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ്. ഒരു ചോക്ലേറ്റിൻ്റെ പേരാണ് മഞ്ച്. ശബ്ദമുണ്ടാക്കി കഴിക്കുന്നതിനെയാണ് മഞ്ചിങ് എന്ന് പറയുന്നത്. TV കാണുന്നതിനിടയിൽ അയാൾ ഒരു ബോൾ ചിപ്സ് ശബ്ദത്തോടെ കഴിച്ചു. He munched on a bowl of chips while watching TV. He munched on a bowl of chips while watching TV. നീ ശബ്ദമുണ്ടാക്കിയാണ് കഴിക്കുന്നത്. നിനക്ക് ശബ്ദമുണ്ടാക്കാതെ ചവയ്ക്കാനാകുമോ? You are munching so loudly. Can you chew quietly? You are munching so loudly. Can you chew quietly? അടുത്തതാണ് ഫ്ലിക്കർ. മിന്നുന്നതിനെയാണ് ഫ്ലിക്കറിംഗ് എന്ന് പറയുന്നത്. അതായത് ഇടയ്ക്ക് പവർ ഫെയിലിയർ ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇങ്ങനെ ലൈറ്റ്സ് മിന്നി മിന്നി നിൽക്കാറുണ്ട്. അതാണ് ഫ്ലിക്കറിംഗ്. കാറ്റിൽ മെഴുകുതിരി വെളിച്ചം മിന്നി മിന്നി നിന്നു. The candle light flickered in the wind. The candle light flickered in the wind. ലൈറ്റുകൾ മിന്നുന്നു. വൈദ്യുതി പ്രശ്നമുണ്ടോ? The lights are flickering. Is there a power issue? The lights are flickering. Is there a power issue? അടുത്ത വാക്ക് നോക്കാം. ക്രിഞ്ച്. നാണക്കേട് കൂടിയോ അല്ലെങ്കിൽ ഒട്ടും കംഫർട്ട് അല്ലാതെയോ റിയാക്ട് ചെയ്യുന്നതിനെയാണ് ക്രിഞ്ച് എന്ന് പറയുന്നത്. റെക്കോർഡ് ചെയ്ത അവളുടെ തന്നെ ശബ്ദം കേട്ടപ്പോൾ അവൾക്കെന്തോ നാണക്കേട് തോന്നി. She cringed when she heard her own voice on the recording. She cringed when she heard her own voice on the recording. ഓ, അത് വളരെ ഓക്വേർഡ് ആയിരുന്നു. എനിക്ക് നാണക്കേട് തോന്നുന്നു. Oh, that was so awkward. I'm cringing. Oh, that was so awkward. I'm cringing. അടുത്ത വാക്കാണ് പിയർ. വളരെ ആകാംക്ഷയോടെ ഒരു കാര്യത്തെ അടുത്ത് പോയി നോക്കുന്നതിനെയാണ് പിയർ എന്ന് പറയുന്നത്. എൻ്റെ ഫോണിൽ നോക്കുന്നത് നിർത്തൂ. ഇത് പ്രൈവറ്റ് ആണ്. Stop peering at my phone. It's private. Stop peering at my phone. It's private. പുറത്തെ കാഴ്ചകൾ കാണാൻ അയാൾ ജനാലയിലൂടെ എത്തി നോക്കി. He peered through the window to see outside. He peered through the window to see outside. അടുത്ത വാക്കാണ് ഡൂഡിൽ. അതായത് ബോറടിക്കുകയോ അല്ലെങ്കിൽ ഒട്ടും ശ്രദ്ധിക്കാതെ നമ്മൾ ബുക്കിലൊക്കെ എന്തെങ്കിലും പടങ്ങളൊക്കെ വരച്ച് മറ്റെന്തോ ആലോചിച്ചുകൊണ്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും എഴുതുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് ഡൂഡ്ലിംഗ് എന്ന് പറയുന്നത്. ക്ലാസ്സിനിടയ്ക്ക് അവൾ ബുക്കിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചു. She doodled on her notebook during class. She doodled on her notebook during class. എനിക്ക് ബോറടിക്കുമ്പോൾ എപ്പോഴും ഞാൻ എന്തെങ്കിലും കുത്തിക്കുറിച്ച് വരച്ചുകൊണ്ടിരിക്കും. I always doodle when I am bored. I always doodle when I am bored. അടുത്ത വാക്കാണ് നിബിൾ. എന്തെങ്കിലും ഒരു സാധനം കഴിക്കുന്നത് വളരെ ചെറുതായിട്ട് കടിച്ച് കഴിക്കുന്നതിനെയാണ് നിബിൾ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ബൈറ്റ്സ് എടുക്കുന്നതിന്. വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഒരു ബിസ്ക്കറ്റ് ചെറുതായി കടിച്ചു. She nibbled on a biscuit while reading. She nibbled on a biscuit while reading. ഇങ്ങനെ ഇത്തിരിയായി കഴിക്കുന്നത് നിർത്തി ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കൂ. Stop nibbling on your food and just eat properly. Stop nibbling on your food and just eat properly. അടുത്ത വാക്കാണ് ട്രംബിൾ. പേടി കൊണ്ടോ ആൻസൈറ്റി കൊണ്ടോ ഒക്കെ വിറയ്ക്കുന്നതിനെയാണ് ട്രംബ്ലിംഗ് എന്ന് പറയുന്നത്.
ആൾക്കൂട്ടത്തിന് മുന്നിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ വിറച്ചു. His hands trembled as he spoke in front of the crowd. His hands trembled as he spoke in front of the crowd. അവൻ ഭയന്ന് വിറച്ചു. He trembled with fear. He trembled with fear. അടുത്ത വാക്കാണ് യാങ്ക്. വളരെ ശക്തിയായി തെരുതെരെ വലിക്കുന്നതിനെയാണ് യാങ്ക് എന്ന് പറയുന്നത്. ഈ ഡോറോ അല്ലെങ്കിൽ കാറിൻ്റെയൊക്കെ ഡോറോ മറ്റോ തുറക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇങ്ങനെ വലിക്കാറുണ്ട്. അതിന് പറയുന്നതാണ് യാങ്ക്. അവൾ വാതിൽ വലിച്ചു തുറന്നു. She yanked the door open. She yanked the door open. എൻ്റെ ഇയർഫോൺസ് വലിക്കാതെ നീ അത് പൊട്ടിച്ചേക്കാം. Don't yank my earphones. You might break them. Don't yank my earphones. You might break them. അടുത്ത വാക്കാണ് പാറ്റർ. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദമില്ലേ, അതിനാണ് പാറ്റർ എന്ന് പറയുന്നത്. അതായത് തെരുതെരെയുള്ള ആ ചെറിയ ശബ്ദം, ടപ്പ് 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 എന്നുള്ള ആ ശബ്ദമാണ് പാറ്റർ. ജനാലയിൽ മഴ ആഞ്ഞടിച്ചു. The rain pattered against the window. The rain pattered against the window. രാത്രിയിൽ മഴത്തുള്ളികൾ വീഴുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. I love hearing the raindrops patter at night. I love hearing the raindrops patter at night. അടുത്ത വാക്കാണ് ഷവ്. വളരെ റഫായി തെള്ളുന്നതിനെയാണ് ഷവ് എന്ന് പറയുന്നത്. അയാൾ പുസ്തകങ്ങൾ ബാഗിലേക്ക് തിരികെ വെച്ചു. He shoved his books into his bag. He shoved his books into his bag. തള്ളാതെ നിങ്ങളുടെ ടേണിനായി കാത്തിരിക്കൂ. Don't shove, wait for your turn. Don't shove, wait for your turn. അടുത്ത വാക്കാണ് ക്രൗച്ച്. കുത്തിയിരിക്കുക അല്ലെങ്കിൽ കുനിഞ്ഞിരിക്കുക. അവർ നമ്മളെ കാണാതിരിക്കാൻ കുനിഞ്ഞിരിക്കൂ. Crouch down so they don't see us. Crouch down so they don't see us. അടുത്ത വാക്കാണ് ജർക്ക്. ഒരു പെട്ടെന്നുള്ള ഒരനക്കത്തെ അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെയാണ് ജർക്ക് എന്ന് പറയുന്നത്. അവൾ ചൂടുള്ള തേപ്പേട്ടിൽ നിന്ന് പെട്ടെന്ന് കൈവലിച്ചു. She jerked her hand away from the hot iron. She jerked her hand away from the hot iron. സോ ഇന്നത്തെ ഈ വീഡിയോ ഏവർക്കും പ്രയോജനകരമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.